വെൽക്കം ബാക്ക് ടു ദ ഹെവനോ സ്റ്റോറി ടെല്ലർ ഫീനിക്സ് ഗേൾ ഭാഗം 37 തുടരുന്നു. മിയയും കൃഷും കേദാറിന്റെ വാക്കുകൾക്കായി ചെവിയോർത്തു. കേദാർ അവർ ഇരുവരെയും നോക്കി പറഞ്ഞു തുടങ്ങി. സന്തോഷമായി കഴിഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ടെന്നുള്ള ഒരു ഭൂകമ്പം തന്നെയായിരുന്നു ചേച്ചിയുടെ മരണം. ആരോടും ഒന്നും മറുത്തു പറയാൻ പോലും കഴിയാത്ത ഒരു പെൺകുട്ടി ഒരിക്കൽ തല കറങ്ങി വീണു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവൾ ഗർഭിണിയാണ് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും ചേച്ചിയെ വെറുപ്പോടെ നോക്കിയിരുന്നു. അവളെ കേൾക്കാൻ മടി കാണിച്ചു. അതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിറയുന്ന കണ്ണുകളെ തുടച്ചുകൊണ്ടവൻ തുടർന്നു. ചേച്ചി ഞങ്ങൾ ഓരോരുത്തരുടെയും കാലു പിടിച്ചു കരഞ്ഞു. അവൾക്കൊന്നും അറിയില്ല എന്ന്. പക്ഷേ അന്നത്തെ മാനസികാവസ്ഥയിൽ ഞങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല എന്നതാണ് സത്യം. കേദാറിന്റെ വാക്കുകൾക്ക് ചെവി ഓർത്തുകൊണ്ടിരുന്ന നീയും കൃഷ്ണനെ നോക്കിക്കൊണ്ട് അവൻ തുടർന്നു. അന്ന് അന്നാണ് ഞങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കിയ ആ ദിനം. മനസ്സിന്റെ നിയന്ത്രണം വിട്ട് ഞാൻ ചേച്ചിയോട് വല്ലാതെ ദേഷ്യത്തിൽ സംസാരിച്ചു. എന്തൊക്കെയോ പറഞ്ഞു പോയി. ഒരു പക്ഷേ ഒരു സഹോദരിയും ഒരു സഹോദരനിൽ നിന്ന് കേൾക്കാൻ കഴിയാൻ പാടില്ലാത്ത വാക്കുകൾ. അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് പലതും നഷ്ടപ്പെടുന്ന ദിനമായിരിക്കും അതെന്ന്. കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്നപ്പോൾ മനസ്സിന് ഒരു സമാധാനമുണ്ടായി. ചേച്ചിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു. അതുപോലെ ചേച്ചിയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കണമെന്ന്. എന്നിട്ട് നീ ആകാംക്ഷയോടെ ചോദിച്ചു. തിരിച്ചു ചെന്ന ഞാൻ കണ്ടത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ചേച്ചിയാണ്. എനിക്കിപ്പോഴും ആ നിമിഷം ഓർക്കാൻ പോലും ഭയമാണ്. അതുപോലെയായിരുന്നു ചേച്ചി. ഒന്ന് നിർത്തി ദീർഘശ്വാസം എടുത്തുകൊണ്ട് പിന്നെയും കേദാർ ഓർമ്മകളിലേക്ക് മുഴുകി. ചീത കത്തിക്കുമ്പോൾ പോലും കഴിയാൻ സാധിച്ചില്ലായിരിക്കും. കുറ്റബോധമായിരുന്നു ഉള്ളിൽ. ഞങ്ങൾ അല്ല, ഞാനൊന്ന് കേൾക്കാൻ എഴുതി നോക്കി. ഇന്ന് എനിക്ക് ഒരു കുഞ്ഞ് ഉറുമ്പ് കടിക്കുന്നത് പോലും അവൾക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള അവളൊരു കാര്യം. ചേച്ചി ആയിരുന്നല്ല അവൾ എനിക്ക്. എന്റെ സുഹൃത്തും അമ്മയും സഹോദരിയും എല്ലാമായിരുന്നു. ഞങ്ങൾ തമ്മിൽ വെറും 2 വയസ്സിന് വ്യത്യാസമേ ഉണ്ടായിരുന്നു. ചേച്ചി ആരെങ്കിലും ചതിച്ചതാണോ ക്രഷ്? ആണ്. പക്ഷെ അത് ആരാണ് എന്ന് അവൾക്കറിയില്ല. അതാണ് സത്യം. എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ പെട്ടെന്ന് പറഞ്ഞു. ശരിയാണ്, ആർക്കും മനസ്സിലാകും. പക്ഷെ മരിക്കുന്ന സമയത്ത് ആ കത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അവൾ കള്ളം പറഞ്ഞതല്ല എന്നും. അങ്ങനെ ആ തിരിച്ചറിവിൽ ഞാൻ അവൾ ജോലി ചെയ്ത സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചു. ചേച്ചിക്ക് എന്തായിരുന്നു ജോലി? പെട്ടെന്ന് കൃഷി ചോദിച്ചു. ചിലപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, കലാമണ്ഡലം ലക്ഷ്മി രേഖ. ഓ, ഐ നോ ഹർ. എനിക്കറിയാം. ആ കുട്ടി ആക്സിഡന്റിൽ മരിച്ചു എന്നല്ല ന്യൂസ് വന്നത്? മിയ ഞെട്ടലോടെ ചോദിച്ചു. അതെ, അങ്ങനെ തന്നെയാണ്. കാരണം അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേര് അത് നശിക്കാതെ ഇരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ. അവളുടെ അവസാന ആഗ്രഹവും അത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന കേസായിട്ട് ചേച്ചിയുടെ മരണം എങ്ങനെയാണ് ഇതുമായി? എന്റെ അറിവിൽ ആ മരിച്ച കുട്ടിയുടെ ബോഡിയിൽ നിന്ന് ലഭിച്ച ഒരു ഡ്രഗ് സാമ്പിൾ ഈ ബാക്കി പറയുന്ന കുട്ടികളിൽ നിന്നും അത് കിട്ടിയിട്ടുമില്ലല്ലോ. എല്ലാം കേട്ട് ആലോചനയായിട്ട് കൃഷി ചോദിച്ചു. കേദാർ അതിനും മറുപടി നൽകി. അതിന് കാരണമുണ്ട് കൃഷി. ഇത്രയും മണിക്കൂറുകൾ മാത്രമേ ആ ഡ്രഗ് ആ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ നമ്മൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരുപക്ഷെ ആ കുട്ടി മാത്രമേ ആ ടൈമിൽ നമുക്ക് മുന്നിൽ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികളിൽ സെയിം പാറ്റേൺ തന്നെയാണ്, പക്ഷേ ആ കുട്ടിയിലും ഉണ്ടായിരുന്നത്. ഈ സംശയത്തിലാണ് ഞാൻ തുടങ്ങിയത്. അത് അവസാനം ചെന്ന് നിന്നത് ചേച്ചിയിലാണ്. എങ്ങനെ? ചേച്ചിയുടെ കൂടെ ജോലി ചെയ്തവർക്ക് ആകെ അറിയുന്നത് ഒരു ദിവസം അവൾ താമസിച്ചാണ് അവരുടെ ഹോം സ്റ്റേയിൽ വന്നത്. അന്നാകെ
ക്ഷീണിച്ചാണ് അവൾ വന്നത്. അവിടെ നിന്ന് ഞാൻ തുടങ്ങി. അവസാനം ഞാൻ അവനിൽ വന്നു നിന്നു. പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ കേദാറിന്റെ ഫോണിലേക്ക് നിർത്താതെ കോൾ വന്നുകൊണ്ടിരുന്നു. അവരോട് ഒരു നിമിഷം എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്തു. മറുവശത്തു നിന്ന് കേട്ട കാര്യങ്ങളിൽ ഞെട്ടലോടെ കേദാർ പറഞ്ഞു, ടാ, ഞാൻ ഇപ്പോൾ വരും, ഒന്നും മിസ്സാകരുത്. ഇത്രയും പറഞ്ഞ് കേദാർ പുറത്തേക്ക് പാഞ്ഞുപോയി. ഒരു നിമിഷം നിർത്തിയിട്ട് മിയ മൗലിയോട് പറഞ്ഞു, അന്ന് കേദാറിനെ ഒറ്റയ്ക്ക് വിടാൻ കൃഷി തയ്യാറായില്ല. എന്തുകൊണ്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവന്റെ വാശിപ്പുറത്ത് കേദാറും അവനുമായി അവിടെ നിന്നും പോയി. പക്ഷെ ആ പോക്ക് ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല. ഒരിക്കലും കരുതിയില്ല. പൊട്ടിക്കരച്ചിലൂടെ തന്റെ കയ്യിലേക്ക് മുഖം ചേർത്തുകൊണ്ട് മിയ പൊട്ടിക്കരഞ്ഞു. തുടരുന്നു.